കൊള്ളാം. ഞാൻ തുണി എടുക്കാറില്ല, എനിക്കകത്ത് ശീലമല്ല. പിന്നെ ഇപ്പം എനിക്ക് അതിന്റെ ഒരു ആവശ്യം തോന്നിയിട്ടുമില്ല. പക്ഷെ ഈ തുണിയിൽ തന്നെ വേറൊരു സംഭവം ഉണ്ട്. നമ്മുടെ നാട്ടിലെന്തോ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ മുസ്ലിംസും റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ അല്ല, നേരെ തിരിച്ചാണോ? ലെഫ്റ്റിക്ക് കാഫിറും റൈറ്റിക്ക് മുസൽമാനും. റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ മുസ്ലിംസും ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ നോൺ മുസ്ലിംസും എന്നുള്ള ആ ഒരു സംഭവം. അതായത് നമ്മൾ തുണി എടുക്കുമ്പോ തുണിന്റെ കര വരൂലേ. ഇപ്പം ഓഡിയോ ലിസണേഴ്സിനും വീഡിയോ ലിസണേഴ്സിനും കാണൂല, പക്ഷെ ഞാനിപ്പോ എടുക്കുമ്പോ എന്റെ കര വരുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. അതേപോലെ ലെഫ്റ്റ് സൈഡിക്ക് കരാക്കി എടുക്കുന്നവരുണ്ട്. അപ്പൊ നമ്മളെ നാട്ടില് പൊതുവേ ഈ വെല്ലിപ്പാരൊക്കെ പറഞ്ഞു വരുന്ന ഒരു സംഭവമാണ്, നമ്മള് ലെഫ്റ്റ് സൈഡിക്കാണ് മുസ്ലിംസ് കര വെക്കുക, റൈറ്റ് സൈഡിക്ക് നോൺ മുസ്ലിംസ് ആണ് വെക്കുക. റൈറ്റ് സൈഡിലേക്ക് നോൺ മുസ്ലിംസ്. കാരണം ഇപ്പൊ ഞാൻ കണ്ടില്ല, ഞാൻ എന്റെ റൈറ്റിക്കല്ലേ, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ റൈറ്റ് സൈഡിക്ക് നോൺ മുസ്ലിംസും എടുക്കുകയാണ്. ഇത് പറയാൻ കാരണം, ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ ഒരു ഫണ്ണി സ്റ്റോറി ഓർമ്മ വന്നത്. അതായത് ഞാന് പണ്ട് എനിക്കെന്തോ 5-6 വയസ്സുള്ളൂ. അപ്പം ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഈ വെല്ലിപ്പാരൊക്കെ ഇംപ്രസ് ചെയ്യാൻ ഭയങ്കര ഒരു താല്പര്യം. അപ്പൊ ഞാന് എന്റെ ഉപ്പന്റെ വീട്ടിലാണ്. അന്ന് ഞങ്ങക്ക് വീടില്ല, ഞങ്ങള് ഉപ്പന്റെ തറവാട്ടിലേന് നിന്നീനെ. അപ്പൊ ഉപ്പന്റെ തറവാട് ഞാൻ ഒരു പെർസോണയാ. ഒന്ന് ഒരു പഴയ വീടാണ്, അതായത് ഓടൊക്കെ ഉള്ള ഒരു പഴയ വീടാണ്. വെല്ലിപ്പ പറയണ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് മെയിൽ സിഗ്മ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മൂപ്പര്. വെല്ലിമ്മ അറിയണത് വളരെ പാവായിട്ട് വെറും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, ഞങ്ങളൊക്കെ വരുമ്പോ ഫുഡ് ഉണ്ടാക്കി തരാ, അല്ലെങ്കിൽ ഞങ്ങളെ തറവാട്ടില് വെല്ലിമാന്റെ സർവീസ് ആണോ മിസ് ചെയ്യുന്നത് അതോ ആ പേഴ്സണെ ആണോ മിസ് ചെയ്യുന്നത്? ഞാൻ മൊത്തത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. കാരണം വെല്ലിമ്മ അറിയുമ്പോ സംസാരിക്കല് വളരെ കുറവാ. വെല്ലിമ്മ ഭയങ്കര ഇൻട്രോവേർട്ടാ. അപ്പൊ ഞാൻ അങ്ങനെ പോയിട്ട് ഞാൻ അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ വെല്ലിമ്മ ഇങ്ങനെ സംസാരിച്ചിട്ട് ചിലപ്പോ വെല്ലിമ്മ ചിരിക്കും. വെല്ലിമ്മ ചിരിക്കണൊക്കെ കാണുന്ന വളരെ അപൂർവമായിട്ടുള്ള സൈറ്റാണ്. അപ്പൊ അതൊക്കെ എനിക്ക് അതെ, ഞാൻ വെല്ലിമാന്റെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം വെല്ലിമാനൊക്കെ അന്നത്തെ ഒരു റിച്വൽസ് വെച്ച് 12ാം വയസ്സിലോ അങ്ങനെ എന്തോ കല്യാണം കഴിപ്പിച്ചോണ്ടാണ് ചെറുപ്പത്തില്. പിന്നെ വെല്ലിമ്മ സ്കൂളിൽ പോയിട്ടില്ല, മദ്രസിൽ മാത്രമേ പോയിട്ടുള്ളൂ. അങ്ങനൊക്കെ ആയിട്ട് അവരായിട്ടൊക്കെ സംസാരിക്കാൻ രസമാണ്. അപ്പൊ ഇവര് ഈ സമ്മറൊക്കെ ആവുമ്പോ പൊതുവെ ഈ പണ്ടത്തെ വീടുകളിലൊക്കെ കാണും വലിയ ഭരണി ഉണ്ടാവും. ഇവര് ഈ ഭരണിയില് ഫുള്ള് മാങ്ങ ഇതാക്കിയിട്ട് കല്ലുപ്പൊക്കെ ഇട്ട് ഉപ്പിലൊക്കെ ഇട്ട് വെക്കും. ഇപ്പൊ പൊതുവെ ഞങ്ങൾ ഈ തറവാട്ടിക്ക് പോകുമ്പോ തന്നെ ഈ മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനെയൊക്കെ ഉള്ളതാ. അപ്പൊ വെല്ലിപ്പ എങ്ങനെയാ വെച്ചാല്, ഒന്ന് വെല്ലിപ്പ ഭയങ്കര വൃത്തിക്കാരനായിരുന്നു, പിന്നെ ഭയങ്കര കർക്കശക്കാരനായിരുന്നു. അതെ. പിന്നെ പറഞ്ഞാല് വെല്ലിപ്പാക്ക് ഓരോരോ റൈറ്റ്സ് ആൻഡ് റോങ്സ് ഉണ്ടായിരുന്നു. അതായത് സൊസൈറ്റിയില്, അതായത് നാട്ടിലും ഇതിലൊക്കെ വെല്ലിപ്പാക്ക് ഭയങ്കര പേരായിരുന്നു. വെല്ലിപ്പാന്റെ വാക്കിന് എല്ലാവർക്കും ഒരു വില ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊരു ഇതാണ്, അവർക്കൊരു പിക്ചർ അവർക്കൊരു ശരിയും തെറ്റുണ്ടാവും. അതിനിപ്പോ എന്തൊക്കെ ആരൊക്കെ എന്ത് പറഞ്ഞാലും ഓരയിന്നൊന്നും മാറില്ല. അതിനിപ്പോ ദീനുൽ ഇസ്ലാമിന്റെ പുറത്തുണ്ടായി എന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള നമ്മളെ നാട്ടിൽ അങ്ങനെയാണ് വെല്ലിപ്പ ഉണ്ടായിരുന്നത്. ഭയങ്കര സ്റ്റബേർഡ് അല്ല, ഒപ്പീനിയനേറ്റഡ് അങ്ങനെയൊക്കെ ആയിരുന്നു വെല്ലിപ്പാന്റെ ഒരു ഇത്. വെല്ലിപ്പാന്റെ എനിക്ക് ഓർമ്മയുണ്ട്, വെല്ലിപ്പാന്റെ ഡ്രസ്സ് ഒറ്റയ്ക്കായിരുന്നു തിരുമ്പിയിരുന്നെ. ഞാൻ ഇതൊക്കെ നീ പറഞ്ഞിട്ട് എന്റെ വെല്ലിപ്പ എങ്ങനെയായിരുന്നു പറയാൻ നിൽക്കുകയാണോ? എന്റെ വെല്ലിപ്പൊക്കെ എങ്ങനെയാ? അതെ. വെല്ലിപ്പാന്റെ കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് ഭാര്യനെ ബുദ്ധിമുട്ടിക്കരുത്, അതല്ലായിരുന്നു വെല്ലിപ്പാന്റെ. എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര വൃത്തിക്കാരനായോണ്ട് മൂപ്പരങ്ങ് ശരിയാവുള്ളൂ എന്നുള്ള രീതിയിലാണ് മൂപ്പര. അപ്പൊ വെല്ലിപ്പാക്ക് എങ്ങനെയാ വെച്ചാല് ഒരു 3 വെള്ള ചെയറും 2 നോർമൽ ചെയേഴ്സും ഉണ്ട്. വീട്ടിലുള്ളവരും ബാക്കിയുള്ളവരൊക്കെ ഈ നോർമൽ ചെയേഴ്സിലായിരിക്കുക. ഈ 3 വെള്ള ചെയർ അറേഞ്ച് ചെയ്ത് തന്നെ ഒരു രീതി ഉണ്ട്. ആ രീതിയിൽ നന്ന അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ തന്നെ വെല്ലിപ്പ ദേഷ്യപ്പെടും. ആ ചെയർ എന്തിനാന്ന് വെച്ചാൽ, ഒന്ന് ആ ചെയർ ഭയങ്കര വൃത്തിയാ, എപ്പോഴും വെല്ലിപ്പ അങ്ങനെ തുടച്ചതാക്കിയിട്ടൊക്കെ കൊണ്ടുവരാം. പിന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോള് ഗസ്റ്റിനൊക്കെ ആ ചെയറിലായിരിക്കുക. ഗസ്റ്റ് പോയി കഴിഞ്ഞാൽ വെല്ലിപ്പ തന്നെ ഈ ചെയറൊക്കെ പുറത്തേക്ക് എടുത്തോണ്ടേ അതൊക്കെ കഴുകി വീണ്ടും തുടച്ചിട്ട് വീണ്ടും ഇടും. ഇങ്ങനെയൊക്കെ ആയിരുന്നു വെല്ലിപ്പാന്റെ ഒരു വൃത്തിന്റെ ലീലാവിലാസങ്ങള്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു വെല്ലിപ്പാനെ നമുക്ക് ഇംപ്രസ് ചെയ്യാറുണ്ട്. കാരണം ഇവരുടെ അങ്ങനെയാണല്ലോ ഈ ടോപ്പിക്കിലേക്ക് എത്തിയത്. ഇവരുടെ ഒരു വാലിഡിറ്റി അല്ലെങ്കിൽ ഇവരുടെ അഫർമേഷൻസ് കിട്ടുക പറഞ്ഞാല് കുറച്ച് ഡിഫിക്കൽട്ടാ.
അപ്പൊ ഞാനന്ന് 5-6 വയസ്സുള്ളു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വെല്ലിപ്പാനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ തുണിയൊക്കെ എടുത്തിട്ട് വെല്ലിപ്പാന് മുന്നിൽ പോവാന്നുള്ള രീതിയില് സെറ്റാക്കി. ഞാൻ അമ്മനോട് പറഞ്ഞു, ഗൾഫിലെ കുട്ടിയല്ല. ഞാൻ അമ്മനോട് പറഞ്ഞിട്ട് തുണിയൊക്കെ ഉടുപ്പിച്ച് ഞാൻ വെല്ലിപ്പാനെ മുന്നിൽ പോയി. വെല്ലിപ്പാനെ മുന്നിൽ പോയപ്പോ ഇംപ്രസ് ആവേണ്ടടുത്തും ദിലീപ് പറഞ്ഞ പോലെ പോയി. വെല്ലിപ്പ ആദ്യം ഇത് കണ്ടാൽ തന്നെ ആരാക്ക് ഈ കാഫറങ്ങളോ അതിന് തുണി ഉടുപ്പിക്കാൻ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാണ്ട് വെല്ലിപ്പ അങ്ങോട്ട് ചൂടായി. സംഭവം എന്താന്ന് വെച്ചാൽ എന്റെ ഒരു ആക്ഷൻ അനുസരിച്ച് ഞാനന്ന് തുണി ഇതേപോലെ ഇതിന്റെ റൈറ്റ് സൈഡൊക്കെയാണ് ലെഫ്റ്റ് സൈഡൊക്കെ ഇടുന്നതിന്റെ പകരാൻ വെച്ചിനെ. അപ്പൊ വെല്ലിപ്പ ഇംപ്രസ് ആവേണ്ടടുത്ത് ആദ്യം തന്നെ ഇതാണ് നോട്ടീസ് ചെയ്ത്, ഇങ്ങോട്ടേക്കല്ല തുണി എടുക്കേണ്ടേ, ഈ ഭാഗത്തേക്കാണ്. ഇങ്ങോട്ട് വെല്ലിപ്പതും പറഞ്ഞേ എന്റെ വാപ്പി ഇതേമാതിരി തന്നെയായിരുന്നു, ഞാൻ ചെറുപ്പം മുതൽ അവനോട് പറയുന്നത്. അപ്പോഴാണ് ഈ ഉമ്മനോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായ വാപ്പിയും ഇന്റെ മാതിരി റൈറ്റ് സൈഡൊക്കെയാണ്. ലൈക്ക് ഡാഡ് ലൈക്ക് സൺ എന്നാണല്ലോ. ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഒരു ഇസ്ലാമിക് രീതിയിലാണല്ലോ നമ്മൾ പറയുന്നത്. ഇസ്ലാമിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഒന്നാമത് ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ ഇസ്ലാമിൽ എല്ലാത്തിനും റൈറ്റ് സൈഡിനാണല്ലോ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. നമ്മൾ വീട്ടിൽ കയറുമ്പോ റൈറ്റ് കാല് വെച്ച് കയറണം, പള്ളിയിൽ കയറുമ്പോ റൈറ്റ് കാല് വെച്ച് കയറണം, എല്ലാത്തിനും വസ്ത്രം ധരിക്കണം, വലത്തെ കാല് പാന്റിന്റെ ഉള്ളിൽ ഇട്ടിട്ട് വേണം അടുത്ത്. അതെ, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ റൈറ്റ് സൈഡിലേക്കല്ലേ കാരണം നാച്ചുറലി വരെ. ഇനിയിപ്പോ അങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ തന്നെ വരിക. പിന്നെന്താ ലെഫ്റ്റ് ആയത് അറിയില്ല. ഒന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. എനിക്ക് തോന്നുന്നു ആൾക്കാരൊരു നിർമ്മിതം അതല്ല. പണ്ട് ചിലപ്പോ ഒരു പക്ഷെ കേരളത്ത് ആൾക്കാരെ വേഗം പണ്ട് പറഞ്ഞാല് കേരളത്ത് ഈ മതങ്ങളും ജാതി മത പ്രശ്നങ്ങളൊക്കെ വളരെ കൂടുതലായിരുന്നല്ലോ. അപ്പം ചിലപ്പം ഹിന്ദുയിസത്തിൽ തന്നെ ഇവര് കൊറേ ജാതികളുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മാറി ഇന്ന് മുസ്ലിങ്ങളെ വേഗം മനസ്സിലാക്കാൻ ഐഡന്റിറ്റി ഉള്ള രീതിയിൽ ചിലപ്പോ അന്ന് അങ്ങനെ തുടങ്ങിയതാവും.